പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇപ്പോൾ നിലവിൽ കുറച്ച് ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, അതായത് 18 വയസ്സാകുന്ന സമയത്ത് ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ ഒരു 1 വീക്ക് 2 വീക്കൊക്കെ കഴിയുമ്പോൾ തന്നെ ആ അക്കൗണ്ട് സസ്പെൻഡ് പറഞ്ഞിട്ടൊരു മെസ്സേജ്, പിന്നെ നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പറ്റുന്നില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ തന്നെ നമുക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ 100 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് തന്നെ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് ഇവിടെ വരുന്നതായിരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് വെരിഫിക്കേഷൻ്റെ ഒരു പേജാണ് ഇത്. അതായത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് റിയാക്റ്റീവായി കിട്ടാൻ വേണ്ടി നമുക്ക് അവർക്ക് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്കിതിൻ്റെ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ അക്കൗണ്ട് ഇങ്ങനെ സസ്പെൻഡ് ആയെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ അവരുടെ ആണ് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ഗവൺമെൻറ് ഇഷ്യൂ ആയിട്ടുള്ള ഏതെങ്കിലും പാസ്പോർട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ID പ്രൂഫുകൾ ഉണ്ടാവില്ല, അതിലുള്ള കറക്റ്റ് പോലെ നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID, അത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID ഇല്ല, ആ ഇമെയിൽ ID കൊടുക്കുക. സെക്കൻഡറി ഇമെയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിലെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. കൺട്രി കോഡ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ പേയിലെ ഫോൺ നമ്പർ നിങ്ങളവിടെ ആ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഗവൺമെൻറ് ഇഷ്യൂ ആയിട്ടുള്ള ID ഏതെങ്കിലും വേണം. സോ അവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഇൻഫർമേഷൻ പേജ് ഉണ്ട്, അക്സെപ്റ്റ് സ്റ്റുഡൻറ്റ് ID വരെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ പാൻ കാർഡ് ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഗവൺമെൻറ് ഇഷ്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID, സോ നിങ്ങൾക്ക് ആധാർ കാർഡ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ID നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിസ് ഇമേജ് ക്ലിയർലി ഷോസ്, അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ സാധിക്കണം. 4 കോർണറും നല്ല ക്ലിയർ വേണം. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതൊക്കെ നിങ്ങൾ ആ ഒരു പ്രൂഫിൽ, അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോയിൽ ക്ലിയറിലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം ആ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നല്ല ഒരു ക്വാളിറ്റിയിൽ നല്ല ക്ലിയറിലായിട്ട് ഒരു ഫോട്ടോ നിങ്ങളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ ഇങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ഒരു ID നിങ്ങൾ ഫോട്ടോ എടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ID നെക്സ്റ്റ് 30 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആവാത്ത ID ആയിരിക്കണം. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇത്ര ഇയേഴ്സ് വരെ ഒരു ലിമിറ്റ് ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പയർ ആവുമല്ലോ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലെ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഏതാണ് നിങ്ങളെടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നല്ല ക്ലിയറിൽ ആ ഒരു ഫോട്ടോ നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 to 24 hours തന്നെ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് ഒരു മെസ്സേജ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താങ്ക് യു ഫോർ കോൺടാക്ടിങ് എ സപ്പോർട്ട് സ്പെഷ്യലിറ്റി വിൽ റെസ്പോണ്ട് ടു യുവർ റിക്വസ്റ്റ് വിത്തിൻ 18 or 24 hours. ഓക്കെ, if you require a more immediate response please request a call from a support specialist. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ റിക്വസ്റ്റ് എ കോൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക്, ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 18 to 24 hours തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസ് വരാവുന്നതാണ്. സോ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് റിയാക്റ്റീവായി വരുന്നതായിരിക്കും. സോ നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ട് റിയാക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.